14. അഭിമന്യു വാതിൽ തുറന്നു ദേഷ്യത്തിൽ അകത്തേക്ക് കയറുമ്പോൾ അവനെ കാത്തു എന്ന പോലെ അവിടെ നിൽപ്പുണ്ട്. നീ വന്നോ മോനെ? അവനെ കണ്ടതും സന്തോഷത്തോടെ ചോദിച്ചു. എന്താ അമ്മേ, നിങ്ങൾ നാടകം കളിക്കുവാണോ? 5 വർഷമായി ഈ നാട്ടിലേക്കൊന്ന് വരാൻ പോലും ആകാതെ നിങ്ങൾ എന്നെ യു കെയിൽ പൂട്ടി. എനിക്ക് കാലങ്ങൾക്ക് ശേഷം ഇപ്പോൾ തിരിച്ചു വിളിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഇനിയും ഒരു കളിപ്പാവയായി എന്നെ വേണമായിരിക്കും അല്ലേ? അബി ദേഷ്യത്തിൽ മേശയിൽ അടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ഏയ് അബി, നീ അതൊന്നും മറന്നില്ലേ? ഈ അമ്മാമോന്റെ നല്ലതിന് വേണ്ടിയല്ലേ കുറേ നാളുകൾക്ക് ശേഷം നിന്നെ ഒന്ന് കാണുമല്ലേ? അതാ എയർപോർട്ടിൽ നിന്നും വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. എൻ്റെ മോനാകെ ക്ഷീണിച്ചു പോയി. അവൻ്റെ മുഖത്തേക്കൊന്ന് തൊട്ടുകൊണ്ട് പറഞ്ഞതും അവൻ ആ കൈ തട്ടി. ഞാൻ അഭിമന്യുവാണ്, ഒന്നും ഞാൻ മറന്നിട്ടില്ല. മറക്കുവാനായി നിങ്ങൾ ഏത് നാറിയ കളി കളിച്ചാലും ശരി. എങ്ങനെ പറയാൻ തോന്നുന്നു ഇങ്ങനെ? എൻ്റെ എല്ലാം അവിടെ ബ്ലോക്കാക്കി നിർത്തി, എന്നെ അവിടെ കുടുക്കി, എന്നിട്ട് ഇപ്പോൾ സ്നേഹം പ്രകടിപ്പിക്കുന്നു. അവരെ തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞു. മോനെ, എന്താടാ ഇത്? നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ ഇതെല്ലാം? അവർ വേദനയോടെ പറഞ്ഞു. നല്ലതോ? എന്ത് നല്ലത്? ഞാൻ ആഗ്രഹിച്ചതെല്ലാം തട്ടിത്തെറിപ്പിച്ചതാണോ നല്ലത്? അതെ, നീ ഇവിടെ കിടന്നു കഷ്ടപ്പെടുന്നതിന്റെ കാരണക്കാരി ഇത്രയും ദിവസം ഇവിടെ ഉണ്ടായിരുന്നു ഈ കമ്പനിയിൽ. അവരൊരു പുച്ഛത്തോടെ പറഞ്ഞതും അവർ ഞെട്ടി അവരെ നോക്കി. ബട്ട് ഇന്ന് ഇവിടെ ജോലി വേണ്ടാന്ന് വെച്ച് പോയി. എന്തുകൊണ്ടെന്നറിയോ? നിന്റെ അമ്മയാണ് ഞാനെന്ന് അറിഞ്ഞതുകൊണ്ട്. അപ്പോൾ എത്രമാത്രം അവൾ നിന്നെ വെറുക്കുന്നുണ്ടാവും. ഈ 5 വർഷം നീ അവളെ ഓർത്തെങ്കിൽ ഈ 5 വർഷം അവൾ നിന്നെ വെറുത്തുകൊണ്ടേയിരുന്നു. അതും പറഞ്ഞു അവരൊന്ന് പുച്ഛിച്ചു. ഇനിയെങ്കിലും ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നീ ഗൗരിയെ വിവാഹം ചെയ്യ്. അവളെ നീ വിവാഹം ചെയ്താൽ കിട്ടാൻ പോകുന്നത് കോടികളുടെ സ്വത്താണ്. അമ്മ ഒന്ന് നിർത്തുന്നുണ്ടോ? അവൻ ദേഷ്യത്തോടെ അവരോട് പറഞ്ഞു. അവളിൽ ഞാൻ വെറുക്കപ്പെട്ടവനായത് നിങ്ങൾ ഒരാൾ മാത്രമാണ് അതിന് കാരണം. ഞാൻ കാരണം അവളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകരുത്. അവളുടെ ജീവിതത്തിലേക്ക് ഞാൻ ഇനി കടന്നു പോകുകയുമില്ല. അമ്മ പറയുന്ന ഗൗരിയെ കെട്ടുകയുമില്ല. പിന്നെ നീ എന്താടാ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? എൻ്റെ ആഗ്രഹം നിങ്ങൾക്ക് തട്ടിത്തെറിപ്പിച്ചു. അങ്ങനെ നിങ്ങളുടെ ആഗ്രഹം മാത്രം നേടാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അങ്ങനെ ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ നിങ്ങളുടെ മകൻ മരിച്ചു എന്ന് വിചാരിച്ചു വെക്ക്. അബി, അവർ ദേഷ്യത്തെ വിളിച്ചു. അതെ, അബി തന്നെയാണ്. എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്കമ്മേ, ഇല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും എന്നെ കാണാൻ കിട്ടില്ല. അവൻ അതും പറഞ്ഞു ദേഷ്യത്തിൽ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അവരത് നോക്കി നിന്നു. അവരുടെ മുഖത്തെ ഭാവം എന്താണെന്ന് മനസ്സിലാവുന്നില്ലായിരുന്നു. അവൻ ദേഷ്യത്തിൽ അവിടെ നിന്നും ഇറങ്ങി അവൻ്റെ കാറിൻ്റെ അടുത്തേക്ക് എത്തിയതും പുറകിൽ നിന്നും അഭിമന്യു എന്ന വിളി വന്നതും അവൻ ഞെട്ടിച്ചുളിച്ചുകൊണ്ട് ദേഷ്യത്തിൽ തിരിയുമ്പോൾ കയ്യും കെട്ടി അവനെ തന്നെ നോക്കി നിൽക്കുന്ന മായയെ കണ്ട് അവനിൽ ദേഷ്യം മാറി സന്തോഷം വന്നെങ്കിൽ പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവൻ്റെ ഭാവം മാറി. അല്പം സങ്കടം വന്നു. അറിയോ എന്നെയൊക്കെ? മായ നീ? അഭിമന്യു, അപ്പം അറിയാം. നിന്റെ കമ്പനിയിലാണ് ഇതെന്ന് 1 വർഷം ഇവിടെ ജോലി ചെയ്തിട്ടും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ വെറും ആഴ്ചകൾ കൊണ്ട് അയാനത് കണ്ടുപിടിച്ചു. വീണ്ടും നിന്നെ കാണരുത് എന്ന അവളുടെ പ്രാർത്ഥന ദേവി കേട്ടു. ഇല്ലെങ്കിൽ വെറും സെക്കൻഡ് കൊണ്ട് നിങ്ങൾ കാണേണ്ടി വന്നേനെ. മായ, അയാന അവൾക്ക് സുഖമാണോ? അഭി, പിന്നെ നീ അവളെ തേച്ചത് മുതൽ അവൾ അവളുടെ ജീവിതത്തിലെ സുഖം നന്നായി അറിയുന്നുണ്ട്. മായ ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു നിർത്തി. മായ, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കാനുണ്ട്. അബി, സംസാരിക്കാനോ? എന്ത് സംസാരിക്കാൻ? നീ സംസാരിച്ചിടത്തോളം മതി. ഇനി ഒന്നും തന്നെ സംസാരിക്കണമെന്നില്ല. അറിവില്ലാത്ത പ്രായത്തിലെ ഒരു പ്രണയം, അത്രയേ ഉള്ളൂ. പിന്നെ ആത്മാർത്ഥമായി പ്രണയിച്ചിരുന്നില്ലേ അവൾ? നീയോ? മായ, ഞാനും അന്ന് എന്നല്ല ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് ഞാൻ അവളെ. അല്പം ഗൗരവത്തിൽ തന്നെ അവൻ പറഞ്ഞതും അവളൊന്ന് ഞെട്ടി അവനെ നോക്കി. ഓഹോ, ഇനി പുതിയ നാടകം കൊണ്ട് വീണ്ടും അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനാണോ നിന്റെ പ്ലാൻ? എങ്കിൽ നടക്കില്ല അഭിമന്യു. ഇനിയും അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു അവളെ ഞാൻ വേദനിപ്പിക്കില്ല. പക്ഷേ ഈ അഭിമന്യു ഇപ്പോഴും ഈ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നവളാ അവൾ. ഞാൻ ഇവിടെ നിന്നും പോകുന്നതിന് മുമ്പ് അവളെ ഒന്ന് കണ്ടിട്ടേ പോകൂ. അതറിഞ്ഞാലും ഇല്ലെങ്കിലും ശരി. അവൻ ദേഷ്യത്തിൽ അതും പറഞ്ഞു കാറിൽ കയറി. മായയെ ഒന്ന് നോക്കിയ ശേഷം അവൻ്റെ കണ്ണുകൾ മേലോട്ട് പോയി. മുകളിലെ നിലയിൽ നിന്നും താഴേക്ക് നോക്കി നിൽക്കുന്ന അവൻ്റെ അമ്മ എന്ന ലേഖയെ അവനൊന്ന് ദേഷ്യത്തിൽ നോക്കി വണ്ടിയെടുത്തു.
അവൻ പറഞ്ഞത് കേട്ട് ഒന്നും മനസ്സിലാവാതെ അവൻ പോകുന്നത് നോക്കി നിന്നു. അവൻ മേലോട്ട് നോക്കിയത് ശ്രദ്ധിച്ച അവൾ എന്താണെന്ന പോലെ മുകളിലേക്ക് നോക്കുമ്പോൾ മേഡത്തിനെ കണ്ടത്. ഹോ, ഈ മൂദേവി ഉണ്ടായിരുന്നോ അവിടെ? മായ. അവൾ അതും പറഞ്ഞു അകത്തേക്ക് കയറിപ്പോയി. മായ അവളുടെ സീറ്റിൽ വന്നിരുന്നപ്പോഴേക്കും ജിതിൻ അവളെ ശ്രദ്ധിച്ചു. മായ, നിന്നെ മേഡം വിളിക്കുന്നു. പിയെ വന്നു വിളിച്ചതും അവൾ കാര്യം മനസ്സിലായിരുന്നു. എന്താടി, എന്താ? ജിതിൻ. ഒന്നുമില്ല, ഇപ്പൊ വരാം. മായ. അവൾ മേഡത്തിന്റെ മുറിയിലെത്തിയതും മായ, തായ നീ സംസാരിച്ചത് ആരായിരുന്നു എന്നറിയോ? മേഡം. ഞാൻ കാണിച്ചു തരാടി തള്ളക്കും മോനും. മായ ആത്മ. അതേതോ ഒരു അലവലാതിയായിരുന്നു മേഡം. മായ. വാട്ട്? മേഡം. അവർ ദേഷ്യത്തിൽ പറഞ്ഞതും അവൾ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പുറമെ എന്താണെന്ന പോലെ അവരെ നോക്കി. അലവലാതി? എന്ത് നോൺസെൻസ് ആണത്? മേഡം. അത് മേഡം, ആ അലവലാതി എന്നോട് മോശമായി പെരുമാറി. മായ. അവൾ സങ്കടത്തോടെ പറഞ്ഞു. വീണ്ടും അലവലാതി എന്ന വാക്ക് കേട്ട് മേഡത്തിന് ദേഷ്യം വന്നു. അത് കടിച്ചു പിടിച്ചുകൊണ്ട് അവർ ചോദിച്ചു, എന്ത് മോശമായി പെരുമാറിയെന്ന്? മേഡം. അത് എങ്ങനെ മേഡത്തിനോട് പറയാ? ആ അലവലാതി ആള് ശരിയല്ല. കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങളെ കാണുമ്പോൾ ഇങ്ങനെയുള്ള അലവലാദികൾക്ക് പറ്റില്ല. ഒരു ചൊറിച്ചില. മായ. വാട്ട്? ചൊറിച്ചിൽ? എന്ത് വേർഡ്സ് ആണ് ഇതൊക്കെ? സ്റ്റുപ്പിഡ്. മേഡം. ഓ, ഇംഗ്ലീഷ് നിങ്ങളല്ലേ കണ്ടുപിടിച്ച്. ഇംഗ്ലീഷ് എന്ന ഭാഷയില്ലെങ്കിൽ നിങ്ങളല്ല ഇതിനേക്കാൾ കൂത്തര സംസാരം സംസാരിച്ചീനെ. മായാത്മ. നീ എന്താടി എന്നെ ഇങ്ങനെ നോക്കുന്നത്? നീയും അവനും ഇങ്ങനെയൊന്നും സംസാരിക്കുന്നല്ലോ ഞാൻ കണ്ടത്. മേഡം. അത് മേഡം, ഞാൻ ചൂടാവുന്നതല്ലേ കണ്ടത്. അതും പറഞ്ഞ് വലിയ തമാശ പറയുന്ന പോലെ മേശമേലുള്ള ഒരു ബോട്ടിലെല്ലാം കയ്യിലെടുത്തു. അവന് ഈ കുപ്പി ഞെരിക്കുന്ന പോലെ ഞെരിക്കാൻ അറിയാഞ്ഞിട്ടല്ല, ആ അലവലാത്ത ഒരു പൊട്ടനാണ്. അതും പറഞ്ഞു അവൾ ഇടം കണ്ണിട്ട് മേഡത്തിന്റെ മുഖത്തേക്ക് നോക്കി വീണ്ടും പറഞ്ഞു തുടങ്ങി. ആ അലവലാതിക്ക് അത് കേൾക്കുമ്പോൾ തന്നെ മേഡത്തിന്റെ മുഖം ചുവന്ന് വരുന്നുണ്ടായിരുന്നു. അതൊരു അലവലാതി തന്നെയാണ് മേഡം. ഇവിടെ ജോലിക്ക് വന്ന വല്ല അലവലാതിയുമാണെങ്കിൽ ഇവിടെ കേറ്റാതെ നിൽക്കുന്നതാ നല്ലത്. ഇല്ലെങ്കിൽ ഇവിടെ പെൺകുട്ടികൾക്ക് നടക്കാൻ പറ്റില്ല. അത് കേട്ട് അവർ മുഖം ചുളിഞ്ഞു. ഞാൻ അവനോട് ദേഷ്യത്തിൽ സംസാരിച്ചപ്പോൾ അവൻ നിന്ന് പരുന്നത് മേഡം കണ്ടില്ലേ? ലെവനെ ആരോ തേച്ചതിൻ്റെയാണ്. എങ്ങനെ തേക്കാതിരിക്കും? കയ്യിലിരുപ്പ് ഇതല്ലേ. ഒന്ന് കെട്ടിയാൽ അവൻ്റെ അസുഖമൊക്കെ മാറും മേഡം. ഗെറ്റ് ഔട്ട്, ഇറങ്ങിപ്പോടി ഇവിടുന്ന്. മേഡം. അത്രയും നേരം പിടിച്ചു നിന്ന അവർ ദേഷ്യത്തിൽ പറഞ്ഞതും അവൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. മേഡം എന്തിനാ ഇങ്ങനെ ചൂടാവുന്നേ? അവൾ ഏതോ അലവലാതിയെ കുറിച്ച് പറഞ്ഞതിന് ഇങ്ങനെയുള്ള അലവലാതികളെ കാണുമ്പോൾ പ്രതികരിക്കണം മേഡം. അവളുടെ സംസാരം കൂടെ ആയതും മേഡത്തിന്റെ നിയന്ത്രണം വിട്ടു. അത് പറഞ്ഞു നിർത്തിയതും അവരുടെ കൈ അവളുടെ മുഖത്ത് പതിഞ്ഞിരുന്നു. അത് കേട്ട് അമ്പരന്ന് കൊണ്ട് നിൽക്കുന്ന പിയയോടെ, നിന്നോട് ഇറങ്ങിപ്പോകാൻ ഇനി വേറെ പറയണോ? അത് കേട്ടതും അവർ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഇറങ്ങി. അവർ പുറത്തേക്ക് വരുമ്പോൾ ഒരു പൊട്ടിച്ചിരിയോടെ മായ അവിടെ നിൽപ്പുണ്ട്. പിയെ കണ്ടതും മായ ഒരു ചിരിയോടെ അവരുടെ അടുത്തേക്ക് വന്നു. അയ്യോ, എന്താടോ ഇത്? സ്വന്തം മേഡത്തിനോട് സ്വന്തം മകനെ അലവലാതി എന്നൊക്കെ വിളിച്ച് സംസാരിച്ചാൽ അടി കിട്ടില്ലേ? മായ വലിയ സങ്കടത്തോടെ അവളുടെ മുഖത്ത് കൈവച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് അവൾ ഞെട്ടി. മകനോ? തുടരും.